ആകാശം മാറും, ഭൂതലവും മാറും, എന്നാൽ മാറാത്തത് ഒന്നു മാത്രം, അതെൻ്റെ വചനമാണ്. ഓരോ കാലഘട്ടത്തിലൂടെയും പല രീതിയിൽ പല സുവിശേഷ പ്രഘോഷകരും നമുക്കിടയിലുണ്ടായി. ആധുനിക കാലത്തിൽ ഇതാ യുവജനങ്ങളോടൊപ്പം യുവജനങ്ങളിൽ ഒരുവനായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു കൂട്ടം ചെമ്മാശന്മാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. തങ്ങളുടെ കഴിവുകൾ അത് എത്രത്തോളം കർത്താവിന് കൊടുക്കുവാൻ സാധിക്കുമോ അതിൻ്റെ മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യുവജനങ്ങളിൽ ഒരുവനായി നമുക്ക് അവരുടെ മാസ്റ്ററായ അച്ഛനോട് തന്നെ ചോദിക്കാം. ഞാൻ ഷിൻഡോ പുതുമറ്റത്തിൽ CMI ധർമാരാം കോളേജ്. CMI സഭ നൽകുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ വളരുവാൻ വേണ്ടിയുള്ളൊരു അവസരമാണ്. തങ്ങളുടെ കഴിവുകളെ മുഴുവനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് ഈ ബ്രദേഴ്സ് സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ തന്നെയാണ് അവരെ തമ്പുരാന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കുമുള്ള കഴിവുകളെ അവരാക്കി മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവുകളെ തന്നെ തമ്പുരാന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് സഭ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് CMI സഭയും ഓരോ പ്രൊവിൻസുകളും ധർമാരാം കോളേജും ഈ ബ്രദേഴ്സിനെ വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്സുകരാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി. തമ്പുരാൻ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവരുടെ വൈദിക ജീവിതത്തിലേക്ക് ഇവർ അടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടുതലായി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പേര് ബ്രദർ അബിൻ വലിയ വീട്ടിൽ CMI ധർമാരാം കോളേജ്. ദാവീദ് രാജാവിൻ്റെ കഥ നമുക്കെല്ലാവർക്കും ഭയങ്കര പരിചയമായിട്ടുള്ളൊരു കഥയാണ്. വാഗ്ദാന പേടകത്തിന് മുമ്പിൽ വെച്ചിട്ട് താനൊരു രാജാവായിരുന്നിട്ടും എല്ലാം മറന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞങ്ങളും അത്ര തന്നെ ചെയ്തുള്ളൂ. കർത്താവിന് വേണ്ടി ഞങ്ങളുടേതായ കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ അധികാരികളും അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ അച്ഛനൊക്കെയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരവസരം കിട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഈ ജാഗോ പരിപാടിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചുണ്ടായിരുന്നൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക എന്നൊരു ആശയമായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു. അതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങൾ ഓർക്കുക. CMI സഭ അല്ലെങ്കിൽ സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതം മാത്രമല്ല, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവയവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം കർത്താവിന് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. താങ്ക് യു.